الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. ولقد فتنا الذين من قبلهم فليعلمن الله الذين صدقوا وليعلمن الكاذبين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും കാതലായ മർമ്മപ്രധാനമായ വിശ്വാസകാര്യത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇവിടെ ഏതാനും സമയത്തിനുള്ളിൽ ഒരു വിഷയമായി ഇവിടെ അവതരിപ്പിച്ച് സംസാരിപ്പിക്കുവാനുള്ളത്. ചെറിയ ഒരാമുഖത്തോടു കൂടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുവാനാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ കാര്യത്തിൻ്റെയും പൂർത്തീകരണം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിലും അള്ളാഹുവിൻ്റെ തൗഫീഖിലുമാണ്. അള്ളാഹു അവൻ്റെ ദീനിൻ്റെ പ്രബോധനത്തിനും അവൻ്റെ ദീനിൻ്റെ പഠനത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെടുന്ന ഇത്തരം പ്രബോധന പ്രവർത്തനങ്ങളും പഠന സംരംഭങ്ങളും പരിപൂർണമായ പ്രതിഫലത്തോടുകൂടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാളും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ വിഷമങ്ങളും നമ്മുടെ ബുദ്ധിമുട്ടുകളും എന്തും നമ്മുടെ മാത്രം വ്യക്തി ജീവിതത്തിൽ ഒതുങ്ങുന്നതല്ല. നമ്മുടെ സ്വന്തം രോഗങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു നമ്മുടെ ആശങ്കയെങ്കിൽ രോഗത്തെക്കുറിച്ച് വളരെ കുറച്ചു മാത്രമേ നമുക്ക് ദുഃഖിക്കുവാനുള്ളൂ. കാരണം വളരെ പരിമിതമോ വളരെ ചെറുതോ ആയ ചില രോഗങ്ങൾ മാത്രമാണ് വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തർക്കും ശാരീരികമായിട്ടുള്ളത്. പക്ഷേ ഒരു 5, 6, 7, 8, 10 രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ഭയപ്പെടുന്നു. അത് ആരുടെ രോഗമാണ്? നമ്മുടെ മാതാപിതാക്കളുടെ രോഗങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ രോഗങ്ങൾ, നമ്മുടെ ഭാര്യയുടെ, ഇണകളുടെ, മക്കളുടെ രോഗങ്ങളെല്ലാം നമ്മുടെ വേദനകളാണ്. അവരൊക്കെ അനുഭവിക്കുന്ന രോഗത്തിൻ്റെ വേദന അവരോടൊപ്പം നമ്മൾ കൂടെ അനുഭവിക്കുന്നു. കാരണം അവരെ നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. ആ ബന്ധങ്ങളെ വിസ്മരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവരുടെ രോഗങ്ങൾ നമുക്ക് വേദനകളാവില്ല. ആ ബന്ധങ്ങൾ ഏറ്റവും പവിത്രമായി വിചാരിക്കുന്നത് കൊണ്ടാണ് അവരുടെ രോഗം നമ്മുടെ രോഗമായത്. അവരുടെ വിശപ്പിൻ്റെ വേദന നമുക്ക് കൂടെ വേദനയാകുന്നത്, അവരുടെ ഭാവി ആശങ്കകൾ നമ്മുടെ കൂടെ ആശങ്കകളായി തീരുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ഏറ്റവും കടപ്പാടും ഏറ്റവും ബന്ധവുമുള്ളവൻ മാതാപിതാക്കളല്ല, സുഹൃത്തുക്കളല്ല, സഹോദരങ്ങളല്ല, സഹപ്രവർത്തകരല്ല, മറ്റാരാണ്? അനിഷ്കുറിലി വലിവാലിദൈക്ക് ഇലയ്യൽ മസ്വീർ. അനിഷ്കുറിലി വലിവാലിദൈക്ക്. ആദ്യത്തെ നന്ദി ആരോടാണ് കാണിക്കേണ്ടത്? ആദ്യത്തെ പ്രതിബദ്ധത ആരോടാണ് കാണിക്കേണ്ടത്? അള്ളാഹു പറയുന്നു, അനിഷ്കുറിലി വലിവാലിദൈക്ക്, നീ എനിക്കു നന്ദി ചെയ്യുക,
ഏറ്റവും ഒന്നാമത്തെ കടപ്പാട് അള്ളാഹുവോടാണ് നമുക്ക്. അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ, അള്ളാഹുവിൻ്റെ ഇഷ്ടങ്ങളെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിൻ്റെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ പരിഗണിക്കാതെ അവൻ്റെ ഇഷ്ടത്തിനോ അവൻ്റെ നിർദ്ദേശത്തിനോ വില കൽപ്പിക്കാതെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഏറ്റവും വലിയ വേദനയായി മാറേണ്ടത്. നമ്മുടെ ഏറ്റവും വലിയ ബന്ധം അള്ളാഹുവോടാണ്. അള്ളാഹു തന്നെ പ്രവാചകനോട് ചോദിക്കാൻ പറയുന്നു, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറതുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി. ഖുൽ, നബിയെ അവരോട് ചോദിക്കൂ, ഇൻകാന ആബാഉക്കും, അവർക്ക് അവരുടെ പിതാക്കൾ, അതേപോലെ തന്നെ അവരുടെ സന്താനങ്ങൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ ബന്ധുമിത്രാദികൾ, അവർ സമ്പാദിച്ചു വെച്ച സമ്പത്തുക്കൾ, അവരിഷ്ടപ്പെടുന്ന നഷ്ടം ഭയപ്പെടുന്ന അവരുടെ കച്ചവടങ്ങൾ, അവരെന്നും സംതൃപ്തിയോടുകൂടെ കാണുന്ന അവരുടെ വീടുകളും ഭവനങ്ങളുമാണ്. അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അവർക്കിഷ്ടം ഈ എണ്ണി പറയപ്പെട്ട കാര്യങ്ങളോടാണെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും ഇഷ്ടം അവർക്ക് അവിടെ ഇണകളോടാണെങ്കിൽ, മാതാപിതാക്കളോടാണെങ്കിൽ, മക്കളോടാണെങ്കിൽ, വീടുകളോടാണെങ്കിൽ, കച്ചവടത്തോടാണെങ്കിൽ അവരെ അറിയിക്കുക പ്രവാചകരെ. ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നത് കാത്തിരിക്കൂ എന്ന് ഇത്തരക്കാർക്ക് നീ താക്കീത് നൽകുക പ്രവാചകരെ എന്നാണ് ഖുർആൻ സൂറത്തു തൗബയിലെ വചനമാണ്. സഹോദരങ്ങളെ, ഇവിടെ എന്താണ് പറയുന്നത്? മാതാപിതാക്കളെ അവഗണിച്ചാലും ബന്ധുക്കളെ അവഗണിച്ചാലും അതെല്ലാം അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ആ അവഗണന എപ്പോഴും പുണ്യമായി പരിഗണിക്കപ്പെടുന്ന, അത്രമാത്രം ജീവിതത്തിന്റെ ഭാഗമായി എടുക്കേണ്ട പടച്ച തമ്പുരാൻ ഏറ്റവും കോപത്തോടുകൂടെ കാണുന്ന, ഏറ്റവും ദേശത്തോടുകൂടെ കാണുന്ന, പരമകാരുണ്യകരും കരുണാവാരിധിയുമായ, നന്മക്കു 100 70,000 ഇരട്ടി പ്രതിഫലം തരുന്ന, കടലിന്റെ നുരകളോളം സമാനമായ പാപങ്ങളുണ്ടെങ്കിൽ പൊറുത്തു തരുന്ന, സത്യവിശ്വാസികളോടും സത്യനിഷേധികളോടും കാരുണ്യത്തോടുകൂടെ വർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ രാജാതിരാജനായ പടച്ച തമ്പുരാൻ ഏറ്റവും ദേശത്തോടും കോപത്തോടും കൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ പരമപ്രധാനമായ നിർദ്ദേശത്തെ, മർമ്മപ്രധാനമായ കാര്യം ചർച്ചക്കെടുക്കാതെ, അത് വിഷയമായി പരിഗണിക്കാതെ, പഠിക്കാൻ ശ്രമിക്കാതെ അവഗണിക്കുന്നവർ അവഗണിക്കുന്നത് അള്ളാഹുവിനെയാണ്. ആ അവഗണന സത്യത്തിൽ ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും വലിയ നഷ്ടമുണ്ടാക്കുമെന്നാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ബന്ധങ്ങളിൽ ഏറ്റവും വലിയ ബന്ധം പടച്ച തമ്പുരാനോടാണ്. അങ്ങനെയെങ്കിൽ അവന്റെ ഇഷ്ടത്തിനാണ് മുൻതൂക്കം നൽകേണ്ടത്. എവിടെയാണ് സഹോദരങ്ങൾ അതില്ലാത്തത്? ലക്കിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ജീവിതത്തിൽ നിന്ന് സർവവും നിരാശയറ്റ് അടുത്ത ലോകത്തേക്ക് തിരിച്ചു പോകുവാൻ മലക്കുകൾ കൈനീട്ടി വസ്ത്രങ്ങളുമായി ഉടയാടകളുമായി വന്ന് മരണാസന്നനായവനെ കാത്തിരിക്കുമ്പോൾ അയാളുടെ പാതി ഓർമ്മയിൽ, അയാളുടെ ചെവിയിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കേണ്ട മന്ത്രധ്വനി ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലയാണ്. ഇത്രയും മർമ്മപ്രധാനമായ ഈ വചനം വിശുദ്ധ ഖുർആനിന്റെ എത്രയോ ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞ വചനം. ഇത് പഠിക്കണം എന്നാണ്. ഇത് പഠിക്കുക എന്നത് സഹോദരങ്ങളെ കേവലം ഒരു സുന്നത്തായ കാര്യമല്ല, സൗകര്യം കിട്ടിയാൽ പഠിക്കേണ്ട കാര്യമല്ല. വിശുദ്ധ ഖുർആൻ നിർബന്ധമായും പഠിക്കണമെന്ന് പറയുന്ന കാര്യമാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനയില്ലെന്നുള്ള കലിമ ഷഹാദത്ത് നീ പഠിച്ചിരിക്കണമെന്ന് നിർബന്ധ രൂപത്തിൽ ഖുർആൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. നമസ്കരിക്കണമെന്ന് പറഞ്ഞത് എത്ര ഗൗരവത്തിലാണോ അത്ര ഗൗരവത്തിൽ നമ്മളോടത് പഠിക്കാൻ പറയുന്നു. ഏത് ഗുരുനാഥന്റെ മുന്നിലാണ് സഹോദരങ്ങളെ ഈ കലിമത്ത് പഠിക്കാൻ നമ്മൾ ഇരുന്നത്? ഏത് ഉസ്താദാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലയുടെ അർത്ഥം നമുക്ക് പകർന്നു തന്നത്? എവിടെ നിന്നാണ് നമ്മൾ ഇതിന്റെ അർത്ഥവും ആശയവും കേട്ടത്? കേട്ടിട്ടില്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ഈ നിമിഷത്തിൽ തിരിച്ചു പോയാൽ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയില്ല. തൃപ്തിയോടുകൂടെ അള്ളാഹു നമ്മെ സ്വീകരിക്കുകയില്ല. ഈ കലിമത്ത് അതിന്റെ അർത്ഥവ്യാപ്തിയോടുകൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചരിച്ച് അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ശിർക്കില്ലാതെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടിയാൽ അവന് സ്വർഗം നൽകുമെന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു സ്വർഗം നൽകുമെന്ന് പറയുന്നു.
സഹോദരങ്ങളെ, ഇത്രയും സുപ്രധാനമായ ഒരു വചനം എന്തുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടു പോകുന്നില്ല എന്നതാണല്ലോ ആദ്യം സംസാരത്തിന് വിധേയമാക്കുന്നത്. ഇത് ആവർത്തിച്ച് പറയുമ്പോഴും കേൾക്കുമ്പോഴും ആരോ അറിയാതെ നമ്മുടെ ഹൃദയങ്ങളിൽ വിരസത സൃഷ്ടിക്കുന്നുണ്ട്. ഇതിനേക്കാളും ഇമ്പമുള്ള വിഷയമുണ്ടല്ലോ, ഇതിനേക്കാളും താല്പര്യമുള്ള കാര്യങ്ങളുണ്ടല്ലോ, അത് പറഞ്ഞു തുടങ്ങാമല്ലോ, അത് കേൾപ്പിക്കാമല്ലോ എന്ന് എന്തുകൊണ്ടോ ഈ വലിയ വിജ്ഞാനത്തിന് നേരെ നമ്മുടെ മനസ്സാക്ഷിയെ ആരോ തിരിച്ചുവിടുന്നുണ്ട്, ആരോ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. ഇത് ഗൗരവപരമായ വിഷയമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അസത്യമായ ഒന്നും എനിക്കിവിടെ പറയേണ്ടതില്ല, സത്യമായതേ പറയേണ്ടതുള്ളൂ. ജീവിതത്തിൽ കുടുംബത്തെ അനാഥമാക്കി, അതേപോലെ തന്നെ സ്വന്തം നാടിനെ അന്യമാക്കി, ജീവിതത്തെ മരണത്തിന് മുമ്പിൽ സമർപ്പിച്ച് പോരാടിയ ഒരു ധീരനായ പ്രവാചകന്റെ സംഭവം വിശുദ്ധ ഖുർആനിന്റെ താളുകളിൽ ആവർത്തിച്ച് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. ഏറ്റവും അധികം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്ത പ്രവാചകന്റെ പേര് പറയുമ്പോൾ ലോകത്തിന് മുഴുവനും ത്യാഗത്തിന്റെ മാതൃകയായി എടുത്തു കാട്ടപ്പെടുന്നത് ആരെയാണ് സഹോദരങ്ങൾ? മരണം കൊടുക്കാൻ, ജീവിതം കൊടുക്കാൻ തയ്യാറായ, കുടുംബത്തെ സമർപ്പിക്കാൻ തയ്യാറായ, സ്വദേശം വിട്ട് പലായനം ചെയ്യാൻ തയ്യാറായ ഒരു മഹാപ്രവാചകനെ കുറിച്ച് ഖുർആനിൽ പറയുന്നില്ലേ? വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ ശരിയായ രൂപത്തിൽ ജിഹാദ് ചെയ്യണം, ധർമ്മസമരം നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ത്യാഗം ചെയ്യുന്നു എന്ന് പറയുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ. അള്ളാഹുവിന്റെ മാർഗത്തിലെ പ്രയത്നത്തിലാണ് ഞാനെന്ന് നിങ്ങൾ ഓരോരുത്തരും പറയുന്നു. ഞങ്ങളാണ് അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവർ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ പ്രബോധകർ എന്നൊക്കെ പലരും അവകാശപ്പെടുന്നു. പക്ഷേ എന്താണ് യഥാർത്ഥമായ ത്യാഗം? എന്താണ് യഥാർത്ഥമായ സമരം? അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു സൂറത്ത് ഹജ്ജിന്റെ അവസാനത്തെ വചനത്തിൽ, മില്ലത അബീകും ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ സമരമാണ് യഥാർത്ഥ സമരം. ഇബ്രാഹിം നബിയുടെ ത്യാഗ ജീവിതമാണ് യഥാർത്ഥമായ ജിഹാദ്. ഇബ്രാഹിം നബി ഉയർത്തിയ ശബ്ദം ആരുയർത്തുന്നുവോ അവരാണ് ത്യാഗികൾ. ഇബ്രാഹിം നബി പറഞ്ഞ വചനങ്ങൾ ആരുറക്കെ പറയുന്നുവോ അവരാണ് ത്യാഗികൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അതിനപ്പുറം ഒരു ജിഹാദില്ല, അതിനപ്പുറം ഒരു ധർമ്മസമരമില്ല. വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദിഹി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. പടച്ച തമ്പുരാൻ ഇബ്രാഹിം നബി ഉയർത്തിയ മഹത്തായ ആദർശം വിളിച്ചു പറയാൻ, അത് പ്രബോധനം ചെയ്യാൻ മുസ്ലിങ്ങളെ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്, നിങ്ങളെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അമാന്തം കാണിക്കാതെ ജീവാർപ്പണം ചെയ്ത് ഇബ്രാഹിമിന്റെ മാർഗത്തിലേക്ക് വരൂ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ വിളിക്കുന്നത്. എന്താണ് സഹോദരങ്ങളെ ഇബ്രാഹിം നബി പഠിപ്പിച്ചത്? ഇബ്രാഹിം നബി ഇസ്ലാം എന്തു പഠിപ്പിച്ചു എന്ന് ഖുർആൻ നിവർത്തി വെച്ച് നിഷ്കളങ്കമായി വായിക്കൂ. പ്രവാചകൻ, ആ മഹാനായ പ്രവാചകൻ തിരുമേനിയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ത്യാഗത്തിന്റെ ഒട്ടേറെ നിമിഷങ്ങൾ. ആ ത്യാഗത്തിന്റെ നിമിഷങ്ങളെ ഭയന്നത് കൊണ്ടാണ് ആ പ്രവാചകൻ ഉയർത്തിക്കാണിച്ച ഈ സത്യവചനത്തെ ഇന്നാളുകൾ മാറ്റിവെക്കുന്നത്. സ്വന്തം പിതാവ് ആദ്യം പിതാവിനോട് സലാം പറഞ്ഞിറങ്ങേണ്ടി വന്നു. എന്താണ് പിതാവിനോട് പറഞ്ഞത്? അതായിരിക്കും പറഞ്ഞിരിക്കുക എന്ന് ഊഹിച്ച് നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കി പറയേണ്ട ആവശ്യമില്ല. സ്വന്തം പിതാവിനോട് സ്വന്തം വീടിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ജീവനോടുകൂടെ ഇബ്രാഹിം നബി പറഞ്ഞ വാക്ക് സത്യസന്ധമായി വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ എടുത്തു പറയുന്നുണ്ട്. അത് പറയുന്നവൻ ജിഹാദിന്റെ രംഗത്താണ്. അവനെ വീട്ടുമുറ്റത്തേക്ക് സ്വന്തം മാതാപിതാക്കൾ പിടിച്ചിറക്കും. അവന്റെ നാട്ടുകാർ അവനെ നാട്ടിൽ നിന്നും നാട് കടത്തും. അവനവിടെ താമസിക്കാൻ സ്ഥലം അനുഭവിക്കില്ല. അവിടുത്തെ കടകളിൽ നിന്നും അവന് സാധനങ്ങൾ ലഭിക്കില്ല. അവൻ മരിച്ചാൽ പോലും മരിച്ച ഒരു പരേതാത്മാവിനോട് കാണിക്കുന്ന ആദരവ് പോലും അയാൾക്ക് നൽകില്ല. ഇതാർക്ക് കഴിയില്ല? ജന്മം നൽകിയ പിതാവിന് കഴിയില്ല. അതേപോലെ തന്നെ പ്രസവിച്ച് നൊന്തു മടിയിൽ വെച്ച മാതാവ് പോലും നിരാകരിക്കും. ഈ വലിയ ജിഹാദ് സഹോദരങ്ങളെ വേറെ ഏത് രംഗത്താ ചെയ്യാനുള്ളത്? ഇത്രയും ത്യാഗം മറ്റേത് രംഗത്ത് അനുഭവിക്കണം? ഇബ്രാഹിം നബി വാപ്പയോട് പറഞ്ഞല്ലോ, വദ്കുറു ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിമിന്റെ കഥ നീ ഓതിക്കൊടുക്കുക ജനങ്ങൾക്ക്, എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ. സൂറത്തു മറിയമിന്റെ താളുകളിൽ ഇബ്രാഹിം നബിന്റെ കഥയുണ്ട്. അതിലെന്താണ് സഹോദരങ്ങളെ ഉള്ളത്? ഇബ്രാഹിം നബി ഇസ്ലാം വാപ്പയോട് ചോദിക്കുകയാണ്, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. യാ അബതി, എന്റെ പിതാവേ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്തിനാണ് വാപ്പ കേൾക്കുകയും കാണുകയും ചെയ്യാത്ത, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഇവയ്ക്ക് മുമ്പിൽ എന്തിനു വിളിച്ചു പ്രാർത്ഥിക്കണം എന്നാണ് സഹോദരങ്ങളെ. വാപ്പ കേവലം
അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മുശ്രിക്ക് മാത്രമായിരുന്നില്ല, മറിച്ച് ആരായിരുന്നു? ഒരു പ്രവാചകന്റെ പിതാവാണിത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന മഹാനായ പ്രവാചകന്റെ പിതാവ്. പിന്നെയോ അത് ജീവിത മാർഗമായി സ്വീകരിച്ചവരാണ്. അവർക്കാണ് തൗഹീദിനോട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാവുക. ശിർക്ക് ജീവിതത്തിന്റെ മാർഗമായിരുന്നു അദ്ദേഹത്തിന്. ജനങ്ങളുടെ അന്ധവിശ്വാസത്തിനും ആരാധനക്കുമുള്ള ആരാധനാമൂർത്തികളെ നിർമ്മിച്ചു കൊടുക്കുന്ന, ബിംബത്തെ നിർമ്മിച്ചു കൊടുക്കുന്ന കൽപ്പണിക്കാരനായിരുന്നു, മരപ്പണിക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് പറഞ്ഞു, പിതാവേ നിങ്ങളിത് സ്വീകരിക്കും. എന്തിനെന്ത് ചെയ്തു പോകരുത് നിങ്ങൾ. എന്താണ് സഹോദരങ്ങൾ, വെറുതെ പറയാണോ? വെറുതെ ഒരു ആവേശത്തിന് വേണ്ടി, ജനങ്ങളെ ഒന്ന് കൂടടക്കാൻ വേണ്ടി, നാട്ടിലൊരു പരിഷ്കരണം ഉണ്ടാക്കാൻ വേണ്ടി പറയാം. അതിനു വേണ്ടി പറയുന്ന ആദർശമല്ല സഹോദരങ്ങളെ. എല്ലാവരും പറയുന്ന ഇനി വ്യത്യസ്തമാകാൻ വേണ്ടി പറയാണോ? അതിനൊന്നും വേണ്ടി പറയല്ല. പിന്നെ എന്തിനാ പറയുന്നത്? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി, എൻ്റെ പിതാവേ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് അള്ളാഹിന്റെ അടുക്കൽ നിന്ന് കിട്ടിയ ഒരു സന്ദേശമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഇതിന് പ്രാധാന്യം നൽകുള്ളൂ. ഈ മഹത്തായ ആദർശത്തെ ഒരു സംസ്കരണ പ്രസ്ഥാനമായി കാണുന്ന ആളുകൾക്ക് തൗഹീദിന്റെ മഹത്വം മനസ്സിലാവില്ല. ഈ മഹത്തായ സംരംഭങ്ങളെ ഒരു നവോത്ഥാന സംരംഭമായി മനസ്സിലാക്കുന്നവർക്ക് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവില്ല. പിന്നെ നാട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആനോ പ്രമാണങ്ങളോ ഒന്നും പഠിക്കാത്തവന് ദീനെന്ന് പറഞ്ഞാൽ പോകാൻ ആകെ അറിയണ്ടല്ലോ. നിങ്ങൾ ദീന് എന്ന് പറഞ്ഞാൽ എന്താ? ദീന് പറഞ്ഞ ആൾക്കാരോട് സ്നേഹത്തിൽ വർത്താനം പറയാ, നല്ല നിലക്ക് പെരുമാറുക, അയലോക്കാരനെ ഉപദ്രവിക്കാതിരിക്കുക, ഇതൊക്കെ സ്വന്തം നിലക്ക് കണ്ട ജനങ്ങളിൽ നിന്ന് അവൻ പഠിച്ച ചില സത്യങ്ങളാണ്. വിശുദ്ധ ഖുർആനും ഇസ്ലാമിന്റെ പ്രമാണവും വെച്ച് പഠിക്കുമ്പോൾ അതിന് കിട്ടുന്ന ഒരു ദീനുണ്ട്. എന്താണ് സഹോദരങ്ങൾ ആ ദീന്? ഇബ്രാഹിം നബി പറയാണ്, ഇന്റെ പരിചയത്തിൽ നിന്ന് വാപ്പാൻ എനിക്ക് ഉപദേശിക്കാൻ പറ്റൂല, പിന്നെ അനുഭവത്തിൽ നിന്നല്ല ഉപദേശിക്കുന്നത്, പിന്നെ നിങ്ങൾ എൻ്റെ പിതാവാണ്, പക്ഷെ ഇപ്പം നിങ്ങൾ എന്നെ അനുസരിക്കണം. എന്തുകൊണ്ട് അനുസരിക്കണം? യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഇനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. എൻ്റെ പിതാവേ എനിക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കിട്ടാത്തതാണ്. അത് അള്ളാഹിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടുന്ന അറിവാണ്, നുബൂവത്താണ്, പ്രവാചകത്വമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വാപ്പയാണെങ്കിലും മകനായി എന്നെ അംഗീകരിക്കണം. എന്തിനാണ് വാപ്പ നിങ്ങൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ട് ഞാനിത് പറയുന്നത്? യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ ഫതകൂന ലിശ്ശൈത്താനി വലിയാ. എൻ്റെ വാപ്പ, നാളെ നരകം നിങ്ങളെ തൊടും, നാളെ നരകം നിങ്ങളെ സ്പർശിക്കും. നാളെ എൻ്റെ പിതാവ്, എനിക്ക് ജന്മം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട പിതാവ്, സ്നേഹനിധിയായ പിതാവ്, നാളെ നരകത്തിൻ്റെ അഗ്നിജ്വാലകളിൽ അതിൻ്റെ വിറകായി മാറും ഈ പണിങ്ങളെടുത്താൽ. അതുകൊണ്ടാണ് വാപ്പ നിങ്ങളോട് പറഞ്ഞത്. സഹോദരങ്ങളെ, ഇത്ര ഗുണകാംക്ഷയോടുകൂടെ, എത്ര സ്നേഹത്തോടെ ഇബ്രാഹിം നബി പറഞ്ഞത്, എത്ര സ്നേഹത്തോടു കൂടെയാണ് ഇബ്രാഹിം നബി പറഞ്ഞത്, എത്ര സന്തോഷത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത്. പക്ഷെ സഹോദരങ്ങൾ, ഒരു മകന് വേണ്ടി എന്തും ചെയ്യുന്നവരല്ലേ നമ്മൾ പിതാക്കന്മാർ? ഒരു മകന് വേണ്ടി മുതിർന്നു നിൽക്കുന്ന ചെറുപ്പക്കാരനായ ഒരു മകന് ഒരു വിധം നമ്മളെ കൊണ്ട് സാധിക്കുന്നതൊക്കെ നമ്മൾ വകവെച്ച് കൊടുക്കും. പക്ഷേ ഇബ്രാഹിം നബിന്റെ വാപ്പ വിട്ടുവീഴ്ചക്ക് തയ്യാറായില്ല. അദ്ദേഹം പറഞ്ഞെന്തറിയോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. ഇബ്രാഹിമേ, ഈ വർത്താനം മാത്രം പറയരുത്, ഈ വർത്താനം മാത്രം പറയരുത്. ഇതെന്നോട് ചോദിച്ചാൽ ഞാൻ നിന്നെ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് എറിഞ്ഞോടിക്കും. പിതാവും പുത്രനും എന്ന ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടും. എൻ്റെ വീട് നിനക്കന്യമാകും. ഇവിടുന്ന് പോണ്ടിരുന്നാണ്. കാലിൽ നിന്ന് നീരൊലിച്ച് ഇറാഖിൽ നിന്നും മക്ക വരെ ഇബ്രാഹിം നബി ഇസ്ലാം നടന്നു സഹോദരങ്ങൾ. എന്നിട്ടേ മക്കത്ത് പോയിട്ട് എന്താണ് ഇബ്രാഹിം നബി ഇസ്ലാം ചെയ്തത്? തൗഹീദ്, അള്ളാഹനെ മാത്രം ആരാധിക്കാൻ, മുമ്പിൽ ആരുമില്ലാതെ, മധ്യസ്ഥന്മാരില്ലാതെ, മഹാത്മാക്കളുടെയോ പുണ്യാത്മാക്കളുടെ പേരെഴുതിയ ഫലകങ്ങളോ അവരുടെ പ്രതിരൂപങ്ങളോ അവരെ മറവ് ചെയ്ത ശവകുടീരങ്ങളോ ഒന്നുമില്ലാതെ പടച്ച തമ്പുരാനോട് കൈകൾ ഉയർത്തി ഹനീഫൻ മുസ്ലിമ, നിഷ്കളങ്കമായി ഋജുമനസ്കനായി നേർക്കുനേരെ അള്ളാഹിനോട് ദ്വയറക്കാളൊരു പള്ളി ഉണ്ടാക്കിയത്. ആ ആഗ്രഹത്തിനാണ് മക്കത്തേക്ക് വന്നത്. ആ ആഗ്രഹത്തിന് വേണ്ടിയാണ് മക്കത്തേക്ക് വന്നത്. അവിടെ വന്നിട്ട് ആ ഏകദൈവ ആരാധനയുടെ ലോകത്തെ ഒന്നാമത്തെ ഗേഹമുയർത്തി. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് പ്രശ്നവും കുറച്ച് പ്രയാസവും ഈ രംഗത്ത് അനുഭവിക്കേണ്ടി വരുന്നൊരു കാര്യമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചല്ലോ, വിശ്വാസം സത്യസന്ധമാണോ എന്ന് പരീക്ഷിക്കപ്പെടുന്ന സന്ദർഭമാണ് യഥാർത്ഥത്തിൽ തൗഹീദ് എന്ന് പറഞ്ഞാൽ. അത് ശരിക്കും ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. എന്തിനാണ് പരീക്ഷണങ്ങൾ? ജനങ്ങൾ വിചാരിക്കാണോ പോലെ ഞാൻ വെറുതെ ഇങ്ങോട്ട് വിടുന്നു, ആമന്ന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു എന്നൊരു വാക്കും പറഞ്ഞ് അങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്നാണ്. വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കും. സ്വത്തും
ബന്ധങ്ങളും ഒക്കെ, രോഗങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബഹിഷ്കരണങ്ങളും ഒക്കെ ആയിട്ട് പടച്ചോൻ വിശ്വാസം ശരിയാണോ എന്ന് നല്ലോണം പരീക്ഷിക്കും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പുള്ളവരെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് എല്ലാവരെയും. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അങ്ങനെ അല്ലാഹു തൻ്റെ അടിമകളിൽ ആമന്നാന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടത്തിൽ സത്യസന്ധന്മാരാരാന്ന് അല്ലാഹ് അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. കള്ളന്മാരാരാണെന്ന് അല്ലാഹു തിരിച്ചറിഞ്ഞത് പരീക്ഷണങ്ങൾ കൊടുത്തിട്ടാണ്. പരീക്ഷണങ്ങൾ കൊടുത്താണ് അല്ലാഹു ഈമാനുള്ളവരെയും ഈമാനില്ലാത്തവരെയും തിരിച്ചറിഞ്ഞത്. കുറച്ച് പ്രയാസവും കുറച്ച് ബുദ്ധിമുട്ടും അനുഭവിച്ചിട്ട് തന്നെ സഹോദരങ്ങളെ ഇത് ആക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നേരെ ഉച്ചരിച്ചൊരുത്തനും നേരെ പഠിച്ചൊരുത്തനും സ്വർഗം കൊടുക്കാന്ന് അള്ളാഹു വെറുതെ പറയില്ല. ഇത് ആരെങ്കിലും സംഭവിച്ചു പോയാൽ ഇന്നഹു മയുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അള്ളാഹു സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, അവൻ നരകമാകുന്നു അവൻ്റെ ശാശ്വത കേന്ദ്രം എന്നാണ്. എത്രയെത്ര വചനങ്ങളിലാണ് സഹോദരങ്ങളെ കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകുമെന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഉറപ്പല്ലേ? 23 കൊല്ലക്കാലം കൊണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളിൽ പിന്നീട് വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ട ദീന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം. മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കണം. ദീന് മുഴുവൻ പഠിപ്പിച്ചു കൊടുക്കാൻ റസൂലുള്ളാഹിക്ക് അള്ളാഹു അനുവദിച്ചത് 40-ാമത്തെ വയസ്സ് മുതൽ 63 വയസ്സിൽ 23 കൊല്ലക്കാരാണ് അല്ലേ? അതുകൊണ്ട് പഠിപ്പിച്ചു കൊടുക്കണം. എല്ലാ നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാ പരിപാടിയും പഠിപ്പിച്ചു കൊടുക്കണം. സഹോദരങ്ങളെ, കാര്യത്തിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് 13 കൊല്ലം ഈ പരലോകവും തൗഹീദാണ് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് സഹോദരങ്ങളെ ഒരു അതിശയോക്തിയല്ല. വിശുദ്ധ ഖുർആൻ നിങ്ങളൊന്ന് വെറുതെ അതിൻ്റെ അർത്ഥം മാത്രം എടുത്തൊന്ന് ഉള്ളത്, അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല എന്ന് പറയുന്ന ആയിരക്കണക്കിന് സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇതിനൊരു മാനയില്ലേ സഹോദരങ്ങൾ? ഇതിനൊരു അർത്ഥമില്ലേ? ഇതൊരു ആശയമില്ലേ? എന്ത് ചെയ്താലും വിശ്വാസരംഗത്തൊരാൾ പയച്ചു പോകില്ലാന്നാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ഏത് മഹാപാതകമായ ശിർക്കിനെ ആരും പേടിക്കണ്ടെന്നാണ് നമ്മുടെ സമൂഹത്തോട് പറഞ്ഞു. നിങ്ങൾ പേടിക്കണ്ട, വ്യഭിചരിക്കുന്നതിനെ പേടിച്ചോളിയും എന്ന് പറഞ്ഞ വ്യഭിചാരത്തിൻ്റെ മാരകാവസ്ഥകൾ വിശദീകരിച്ചു കൊടുക്കുന്ന വായകളിൽ നിന്നും പലിശയെക്കുറിച്ചും മദ്യത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും TV-യെക്കുറിച്ചും നാട്ടിലെ ഏതൊരു ചെറിയ കാര്യത്തെക്കുറിച്ചും പ്രതികരിക്കാൻ വേണ്ടി മിമ്പറുകളും സ്റ്റേജുകളും ഉപയോഗപ്പെടുത്തുന്ന ആളുകൾ ഒരിക്കലും ജനങ്ങൾക്കൊരു തെറ്റും വരാത്ത വിഷയമായി എന്തുകൊണ്ടോ തൗഹീദിൻ്റെ മേഖലയെ പരിഗണിച്ചിരിക്കുന്നു. ഇത് സങ്കടം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ തെറ്റിനും ഓരോ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ നമ്മൾ തന്നെ മനസ്സിൽ വരും. മുസ്ലിങ്ങളാരെങ്കിലും കള്ളുടിക്കലുണ്ടോ എന്ന് ഞാൻ ഒന്ന് ചോദിച്ചാൽ അപ്പം നമ്മളെ മനസ്സിൽ വരും എന്ത്? കള്ളുടിക്കുന്ന ഒരു മുസ്ലിമിൻ്റെ പേര് വരൂലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും തോന്നും. വ്യഭിചരിക്കുന്ന ആളുകളും ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ അത് വരും. പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും ചോദിച്ചാൽ വരും. എന്നാൽ ശിർക്ക് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും നമുക്കൊരു കൺഫ്യൂഷൻ. ശിർക്ക് ചെയ്യുന്നുണ്ടാവും, ഉണ്ടോ, അത് ശിർക്കാവും. സഹോദരങ്ങളെ, വല്ലാത്തൊരു വിഷയമാണല്ലത്. ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയം എത്ര തന്ത്രപരമായി പിശാച് ജനങ്ങൾ ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളതാണ് അതിൻ്റെ വിജയം. കാരണം ശിർക്ക് ചെയ്താൽ അമല് മുഴുവൻ ബാത്തിലാകുമെന്ന് അള്ളാഹു അസന്നിഗ്ധമായി പറഞ്ഞതുകൊണ്ട് അതെന്താണ് ജനങ്ങൾ പഠിക്കരുതെന്ന് വലിയ വാശി യഥാർത്ഥത്തിൽ ശൈത്താൻ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്ര നന്നായി അറിയുന്ന ആളുകൾക്കും തൗഹീദും ശിർക്കും വേറിട്ട് പകല് പോലെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ ആൾക്കാർ പറയും കുറേ തർക്കങ്ങളൊക്കെ ഉള്ള വിഷയമാകുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അവ്യക്തത ഉണ്ടാവുന്നതാണ്. അവ്യക്തത ഇല്ല സഹോദരങ്ങളെ. തറക്തുകും ഫീ മഹജ്ജത്തിൽ ബൈളാ, വെളുത്ത പ്രകാശമാനമായ അവസ്ഥയിലാണ് നിങ്ങളെ ഞാൻ വിട്ടേച്ചു പോയിരിക്കുന്നത്. ലൈലുഹാ കനഹാരിഹാ, അതിൻ്റെ രാത്രി പോലും പകല് പോലെയാണ്. തൗഹീദിൽ ഒരു സംശയമല്ല, ഒരു സംശയവുമില്ലാത്ത കാര്യത്തിൽ ആളുകൾക്ക് തർക്കങ്ങളും കുതർക്കങ്ങളും നടത്താം. നിങ്ങൾക്കറിയില്ലേ, അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഏറ്റവും വലിയ ബുദ്ധിമാന്മാരും ഏറ്റവും നല്ല ആലോചനാശേഷിയും ഉള്ളവരുമാണ് അള്ളാഹു ഇല്ലെന്ന് പറയുന്നവർ. സഹോദരങ്ങൾ, സത്യമാണോ? സൂര്യനെ എങ്ങനെ കാണുന്നുവോ അതിനേക്കാളും വലിയ സത്യമായി ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിനെ നമുക്ക് ബോധ്യപ്പെടുന്നു. സമയം തെറ്റാതെ ഉദിക്കുന്ന സൂര്യനും സമയം തെറ്റാതെ അസ്തമിക്കുന്ന സൂര്യനും ആരെയാണ് സഹോദരങ്ങളെ കുറിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ കടലിലും കരയിലുമുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളിൽ സ്പന്ദിക്കുന്ന ആ ജീവൻ ആരെക്കുറിച്ചാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ പ്രപഞ്ചത്തിലെ അത്ഭുതകരമായ സംവിധാനങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത്? നമ്മുടെ മസ്തിഷ്കവും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ നടക്കുന്ന 100 കൂട്ടം ആന്തരിക പ്രവർത്തനങ്ങളും
ഏതൊരുത്തനെ കുറിച്ചാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പടച്ചോൻ. അപ്പടച്ചോനില്ല എന്ന് പറയാൻ വാദപ്രതിവാദവും അതേപോലെ തന്നെ എതിർശ്രമങ്ങളും നടത്തുന്നുണ്ട് എങ്കിൽ സഹോദരങ്ങളെ, ഇത്രയും വ്യക്തമായ തൗഹീദിലും എന്തുകൊണ്ട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കിക്കൂടാ? തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ ആൾക്കാർ പറയും തർക്കമുള്ള വിഷയമല്ലേ. തർക്കമുള്ളതുകൊണ്ട് നമുക്കത് തർക്കങ്ങളൊക്കെ തീർന്നാലേ മനസ്സിലാവുള്ളൂ. അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് സഹോദരങ്ങളെ. അങ്ങനെ മനസ്സിലാകാത്ത ഒരു വിഷയം മുഴുവനും കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന ഒരു പാപമായി വിലയിരുത്തപ്പെടും. അത് അതിൻ്റെ രാത്രികൾ പോലും പകല് പോലെ വ്യക്തമാണ്. അത്രയും വ്യക്തമായ ഒരു വിഷയം പണ്ഡിതന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രന്ഥങ്ങളിൽ. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദത്ത് എങ്ങനെ പഠിക്കണം എന്നാണ്. ഒന്നാമത്തത് പഠിക്കൽ നിർബന്ധമാണ്. ഖുർആൻ ഞാൻ നേരത്തെ ആയത്തോതി ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ പഠിച്ചാൽ പോരെ സഹോദരങ്ങളെ. അത് വളരെ വ്യക്തമായി മനസ്സിൽ ഉറപ്പിച്ച് സംശയരഹിതമായി അത് മനസ്സിലാക്കണം. ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅ്ലമൂൻ. സത്യമായും അതിന് പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന് സത്യത്തിന് സാക്ഷ്യം വഹിച്ചൊഴികെ. എങ്ങനെ? അറിഞ്ഞുകൊണ്ട്, അത് ശരിക്കും ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഷഹാദത്ത് കലിമയുടെ അർത്ഥം ഒരാൾ ഉൾക്കൊള്ളേണ്ടത്. പിന്നെ സംശയം ഉണ്ടാകാൻ പറ്റൂ? സംശയമൊന്നും ഉണ്ടാകാൻ പറ്റില്ല. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. വിശ്വാസികൾ ഒരു കൂട്ടം ആളുകൾ മാത്രമേ വിശ്വാസികളാകൂ. അവരാരാണ് സഹോദരങ്ങളെ? അല്ലാഹുവിലും റസൂലും വിശ്വസിക്കുന്നു, സംശയരഹിതമായി വിശ്വസിക്കുന്നു. എന്നിട്ട് ആ വിശ്വാസത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വത്തും ശരീരവും സമ്പത്തും എല്ലാം നൽകി അവർ ജിഹാദ് ചെയ്യുന്നു. അവരാണ് സത്യവാന്മാരായ വിശ്വാസികൾ എന്നാണ്. മാത്രമോ സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ അള്ളാഹുവിന് സമർപ്പിക്കുന്ന തൗഹീദിൽ ഒരു കളങ്കം പോലും ഉണ്ടാകാൻ പറ്റില്ല. കളങ്കം പോലും ഉണ്ടാകാൻ പറ്റില്ല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന തഖദു മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. ചില ആളുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അള്ളാഹ്ക്ക് നേർച്ച കൊടുക്കുന്നു, അള്ളാഹിന്റെ പേര് സത്യം ചെയ്യുന്നു, ഒക്കെ ഉണ്ട്. പക്ഷെ മുഴുവൻ അള്ളാഹ്ക്കില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ വേറെല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെയും പറ്റൂല. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, കളങ്കമില്ലാത്ത കീഴ്വണക്കം അത് അള്ളാഹ് കൊടുക്കണം. ഒരു ചെറിയ കളങ്കം പോലും തൗഹീദിന്റെ രംഗത്ത് വരാൻ പറ്റൂല. എന്നിട്ട് പറയുന്നു മാനഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ചില ആൾക്കാർ അള്ളാഹിനെ ആരാധിക്കുന്നതോടൊപ്പം വേറുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കും. അപ്പൊ എന്തിനാ അതെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവിലേക്ക് നമ്മളെ ഒന്നും കൂടി അടുപ്പിച്ചു തരാൻ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രിയപ്പെട്ട അള്ളാഹുവിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നവരെന്ന നിലയ്ക്ക് ചെറിയൊരു സ്നേഹവും ചെറിയൊരു ബന്ധവും അവരോടും കൂടെ ആയിക്കോട്ടെ എന്ന് സഹോദരങ്ങളെ ചില ആൾക്കാർ പറയും. ഇങ്ങനെയും ആവാൻ പറ്റില്ല. ഷഹാദത്ത് കലിമ ഉൾക്കൊണ്ട് നിഷ്കളങ്കമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കണം. പിന്നെ കാപഢ്യമില്ലാതെ എന്ത് പരീക്ഷണങ്ങൾ വന്നാലും തൗഹീദ് നടുകിട വെടിച്ചിരിക്കാതെ അങ്ങനെ ദേഹമാകെ പുഴുത്ത് സന്ദർശിക്കാൻ വരുന്നവന് വാസനയടിക്കുന്ന രൂപത്തിൽ കിടക്കണം. എഴുന്നേൽക്കാൻ കഴിയണില്ല. കുടുംബങ്ങളും ആളുകളും ആകെ ചികിത്സിച്ച് ആകെ ആശയറ്റ് കിടക്കാണ്. അപ്പം ആരോ പറഞ്ഞതാ ഒരു നൂല്, ഈ കറുത്ത നൂല്, ഇത് വലത്തെ കയ്യുമ്മെ കുറിച്ചൊന്ന് കുടിക്കണം കെട്ടിയാൽ അപ്പം തീരുന്നാണ്, എല്ലാ വിഷമമാണ് തീരുന്നാണ്. പരീക്ഷണത്തിൻ്റെ മുൾമുനയിൽ കിടക്കുമ്പോൾ എല്ലാ മെഡിക്കൽ സയൻസിൻ്റെ എല്ലാ വിഭാഗങ്ങളും പരീക്ഷിച്ച് കിടക്കുമ്പോൾ എന്താ ഇപ്പം അതുകൊണ്ട് വരുന്നതാണ് വരട്ടെ എന്ന് വിചാരിച്ചൊരു കെട്ടാൻ തയ്യാറായാൽ അവിടെ അവൻ ഷഹാദത്ത് കലിമ പഠിച്ചവനാണ്, ഉൾക്കൊള്ളവനാണ്. പക്ഷെ സത്യസന്ധമായി അതിൽ നിലനിൽക്കുന്നിടത്ത് പരാജയപ്പെട്ടു, ശിർക്ക് വന്നു, പോവണ്ട്. മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക. ഏലസ് കെട്ടിയാൽ അപ്പോൾ ഹൈറും ഷെറും തരാൻ അല്ലാഹുവല്ലാത്ത ഒരു വസ്തുവിനെ വരമേൽപ്പിക്കുന്നതോടുകൂടി അവന് ശിർക്ക് സംഭവിച്ചു പോയി. സഹോദരങ്ങളെ, വളരെ പ്രയാസമുള്ള ഒരു സംഗതിയാണെന്ന് ഞാൻ പറഞ്ഞു. നിഷ്കളങ്കമായി, നിസ്വാർത്ഥമായി, നിഷ്കപടമായി എന്ത് ചെയ്യണം? തൗഹീദിനെ ഉൾക്കൊള്ളണം എന്നാണ്. വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ചില ആളുകളുണ്ട് ഞങ്ങൾ വിശ്വസിച്ചു എന്നൊക്കെ അവർ പറയും. പക്ഷെ അവർക്ക് ശരിക്കും വിശ്വാസമല്ല. യുഖാദിഊനല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്കുറൂൻ. അവർ എന്താണ് യഥാർത്ഥത്തിൽ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത്, അവരറിയുന്നില്ല എന്നാണ്. ശരിയായ വിശ്വാസമില്ലാത്ത കാപഢ്യത്തിൻ്റെ വിശ്വാസം അഭിനയിക്കുന്ന ആളുകൾ, അതും അള്ളാഹുവിന് പറ്റൂല. പിന്നെ 100% അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക എന്നത് തൗഹീദിൻ്റെ ഭാഗമാണ്. ആ സ്നേഹത്തോടുകൂടെ തന്നെ അള്ളാഹുവിനെ ഉൾക്കൊള്ളണം എന്നാണ്. പിന്നെ പൂർണ്ണമായ മനസ്സംതൃപ്തിയോടുകൂടെ നിഷ്കളങ്കമായ മനസ്സോടുകൂടെ അള്ളാഹുവിൻ്റെ തൗഹീദിനെ ഉൾക്കൊള്ളണം. ഏകദേശം 8ഓളം നിബന്ധനകൾ ഷഹാദത്ത് കലിമ എങ്ങനെ ഉൾക്കൊള്ളണമെന്നതിന് പോലും പണ്ഡിതന്മാർ ഖുർആന്റെ അടിസ്ഥാനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്.
സഹോദരങ്ങളെ, ഞാനിത് പറഞ്ഞത് ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കി തരാനാണ്. പിന്നെ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ആളുകൾ നമ്മളോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലി പള്ളിക്ക് നിസ്കരിക്കാൻ പോണ നല്ല നല്ല മനുഷ്യന്മാരെ കാഫിറും മുശ്രിക്കൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ് എന്ന ആളുകൾ പലപ്പോഴും നമ്മോട് ചോദിക്കാറുണ്ട്. വളരെ നല്ല നിലക്ക് അള്ളാഹുവിനെ അനുസരിച്ച് നിസ്കരിച്ച് പോണ ആളുകളെ വെറുതെ കാഫിറും മുശ്രിക്കുമാക്കിയിട്ട് എന്ത് കാര്യം എന്നാണ്? സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യൂല. നിസ്കരിക്കുന്ന ഒരാളെക്കുറിച്ച് നിസ്കരിക്കാത്തവനെന്ന് ആരും പറയാൻ പാടില്ല. കള്ളു കുടിക്കുന്നവനെക്കുറിച്ച് നമ്മൾ കള്ളുകുടിയെന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരാളെ കള്ളുകുടിയെന്ന് വിളിച്ചിട്ട് പോലെ കാര്യങ്ങളുണ്ട്. കള്ളു കുടിക്കുന്ന ഒരാളെ കാണുമ്പോൾ പരസ്യമായി നമ്മൾ കള്ളുകുടിയാന്ന് അയാളെ വിളിക്കലുണ്ടോ? നമ്മൾ വിളിക്കലില്ല. അതൊരു മാന്യതയ്ക്ക് നിരക്കാത്തായി നമ്മൾ കാണുന്നു. വ്യഭിചരിക്കുന്ന ഒരാളെ കാണുമ്പോൾ വ്യഭിചാരി എന്ന് വിളിക്കാറുണ്ടോ? പലിശ വാങ്ങുന്ന ഒരുത്തിനെ കാണുമ്പോൾ വട്ടിപ്പലിശക്കാരെന്ന് വിളിക്കാറുണ്ടോ? ഒരു മാന്യനെ പോലെയല്ലേ നമ്മൾ ഇടപെടൽ? അതേപോലെ തന്നെയാണ് ശിർക്ക് ചെയ്യുന്നവനോടും ശിർക്കിൻ്റെ വിഷമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നല്ലാതെ ഓനെ മാത്രം സമൂഹത്തിൽ മുശ്രിക്കേന്ന് വിളിച്ച് വേറെയാക്കി നിർത്തുന്നുണ്ട് എന്ന് സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഒരാളെ വിളിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. യഥാർത്ഥത്തിൽ ഇതിൻ്റെ മർമ്മം പറഞ്ഞു കൊടുത്തു എന്നുള്ള തെറ്റാണ് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആരോപണത്തിന് അർഹമായത്. എന്താണ് സഹോദരങ്ങളെ ശിർക്ക്? എന്താണ് തൗഹീദ്? വളരെ ലളിത സുന്ദരമായി വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ മനഃപ്പാഠമുള്ള ഒരു ചെറിയ അധ്യായം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിലൊന്ന് അർത്ഥത്തോടുകൂടി ഓർക്കാൻ ശ്രമിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ മഹത്തായ ആദർശം നമുക്ക് പഠിക്കാൻ പറ്റും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എത്ര ലളിതമായ സൂറത്താണ്. ജൂതന്മാർക്കൊരു സംശയം, ആരാണ് അള്ളാഹ്? എങ്ങനെയാണ് അള്ളാഹിനെ മനസ്സിലാക്കുന്നത്? എന്താണ് അള്ളാഹ് എന്ന് അവർ ചോദിച്ചു. ക്രിസ്ത്യാനികൾ ചോദിച്ചു. എല്ലാവർക്കും അള്ളാഹു സുന്ദരമായി തൗഹീദിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യായമാണ്. രാത്രി ഉറങ്ങുമ്പോൾ ഈ സൂറത്ത് കയ്യിലൂതി ദേഹമാസകലം തടവി ഉറങ്ങണം എന്നാണ്. കേട്ടിട്ടുണ്ടോ? വിത്ർ നിസ്കരിക്കുമ്പോൾ മൂന്നാമത്തെ ഒറ്റയുള്ളതിൽ ഈ സൂറത്ത് ഓതണമെന്ന് പഠിപ്പിച്ചത് കാണാൻ പറ്റും. സുബൈൻ്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിക്കും, അതിൻ്റെ മുമ്പും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമ്പോൾ അതിൽ 2ാമത്തെ റക്അത്തിൽ ഈ സൂറത്ത് ഓതൽ പുണ്യകരമാണെന്നാണ്. തവാഫ് കഴിഞ്ഞ് തവാഫ് പൂർത്തിയാക്കാൻ വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കും, അവിടെയും ഓതേണ്ട സൂറത്ത് ഇതാണ്. ഇങ്ങനെയൊക്കെ പല സന്ദർഭങ്ങളിൽ അള്ളാഹു ഇത് ഓതാൻ പറയുമ്പോൾ എന്താ പൈനാത്രയിലുള്ളതെന്നെങ്കിലും ചെറിയ നിലക്കൊന്ന് അന്വേഷിക്കേണ്ടിയിരുന്നു നമ്മൾ. കുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഹുവല്ലാഹു അഹദ്, അള്ളാഹു ഏകനാകും, എല്ലാ അർത്ഥത്തിലും ഏകൻ. സഹോദരങ്ങൾ, പടച്ച തമ്പുരാനിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെ നമുക്ക് നൽകാൻ മറ്റാരെ കൊണ്ടുമാവില്ല. അതിൻ്റെ ചെറിയൊരു പങ്ക് പോലും മറ്റൊക്കെ അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ ഒരിടത്ത് തൗഹീദിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. സൂറത്ത് റൂമിൽ ഖുർആനിലെ 30ാമത്തെ അധ്യായം സൗകര്യപ്പെടുന്നവർ എടുത്ത് വായിച്ചു നോക്കുക. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങളുടെ അടുക്കൽ ഒരു അടിമയുണ്ടെന്ന് വിചാരിക്കും. എത്ര സുന്ദരമായ ഉദാഹരണങ്ങൾ. അടിമണ്ട്, വീട്ടിലെ അടിമണ്ട്. ആ അടിമ നിങ്ങൾക്ക് ജോലി ചെയ്യാനും സേവനം ചെയ്യാനും വേണ്ടിയുള്ള ഒരു അടിമ. ആ അടിമ നിങ്ങളുടെ സ്വത്തിലും നിങ്ങളുടെ വീടിലൊക്കെ നിങ്ങളെപ്പോലെ അധികാരം പറഞ്ഞാൽ നിങ്ങളെ മനസ്സെന്തേക്കാരണം? നിങ്ങളെപ്പോലെ അധികാരം പറയാൻ അയാൾ അവിടെ അടിമ